ശ്രീ പി ആർ ശിവശങ്കർ, ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രതികരണം. ഇത് സംഘപരിവാറിന്റെ ചൂണ്ടയാണ്, അതിൽ കൊത്തരുത് എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അങ്ങനെയാണോ ബി ജെ പി അതിനെ കാണുന്നത്? ഇത് സംഘപരിവാറിന്റെ ചൂണ്ടയാണോ? സംഘപരിവാറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയെ കുറിച്ചിട്ടോ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഭാഗം, അത് ജാതിപരമോ മതപരമോ ആയ വിഭാഗം ബി ജെ പിയുമായിട്ട് അടുക്കുന്നുവെങ്കിൽ അവർ വളരെ ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതികരണം നിരന്തരം നടത്താറുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങളെ ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയോട് ബന്ധമുള്ള ആളുകളോ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അത്തരം പ്രതികരണങ്ങളെ പ്രതീക്ഷിക്കുന്നു. രണ്ട്, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഏത് ചൂണ്ടയിൽ കൊത്തണം ഏത് ചൂണ്ടയിൽ കൊത്തണ്ട എന്ന് മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള ബുദ്ധിയും ശേഷിയും എല്ലാം ഇത്തരത്തിലുള്ള സംഘടനകൾക്കും പ്രത്യേകിച്ച് ക്രിസ്തീയ സംഘടനകൾക്കുണ്ട്. അവരെയൊന്നും ആർക്കും തെറ്റിദ്ധരിപ്പിക്കുവാനോ ഇത്തരം ചൂണ്ടയിൽ കൊളുത്തി ഒരു ഭാഗത്തേക്ക് നയിക്കുവാനോ ഒന്നും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രസ്താവന നടത്തിയവരും വിചാരിക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ ഒരു കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ ഒരു സത്യത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ വിഷയം മനസ്സിലാക്കുന്നു എങ്കിൽ അതിനെ തടയിടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഇത് ഫാസിസമാണ് എന്ന രീതിയിലാണ് ഒരു പ്രയോഗം. സത്യത്തിൽ ഈ ജനങ്ങൾ എന്ത് കാണണമെന്ന് നിശ്ചയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഫാസിസം. അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യുന്നതാണ് ഫാസിസം. കാരണം എന്ത് കാണണം എന്ത് കാണണ്ട, നാട്ടിൽ എന്ത് പ്രചരിപ്പിക്കണം എന്ത് പ്രചരിപ്പിക്കണ്ട, അല്ലെങ്കിൽ തിരുസഭകൾ ക്രിസ്തീയ സഭകൾ എങ്ങനെ പെരുമാറണം എന്ന് തങ്ങൾ നിശ്ചയിക്കും, രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കും, അല്ലെങ്കിൽ ഭരണകൂടം നിശ്ചയിക്കും എന്നതല്ലേ യഥാർത്ഥ ഫാസിസം. അപ്പോൾ ഇവിടെ ഫാസിസ്റ്റ് നടപടി സത്യത്തിൽ നടപ്പിലാക്കി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM-ഉം കേരളത്തിലെ ഭരണകൂടവും, അത് കുറച്ചെങ്കിലും നടപ്പിലാക്കുവാൻ സഹായിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും UDF-ഉം കോൺഗ്രസുമാണ് എന്നതാണ് യഥാർത്ഥ സത്യം. ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള കൂടുതൽ നമ്മളെക്കാളൊക്കെ കൂടുതൽ ലോകപരിചയവും അതുപോലെ തന്നെ അവരുടെ വിശ്വാസികളെ എന്ത് അവരെ പഠിപ്പിക്കണമെന്നും നിശ്ചയിക്കുവാനുള്ള അവകാശം പൂർണ്ണമായി സംസ്ഥാനത്തെ ക്രിസ്തീയ സഭകൾക്കുണ്ട്. അവിടുത്തെ അച്ഛന്മാർക്കും കർദിനാൾമാർക്കും ബിഷപ്പുമുണ്ട്. അതുകൊണ്ട് ഒരു സംശയവുമില്ല അവർ ഇക്കാര്യത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ അംഗീകരിച്ചേ പോവുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട.